പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദവിടുത്ത് രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. പ്രിയ മക്കളെ നോക്കൂ, ഇവിടെ പറയുകയാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹാലലുയ. പലവിധമായ വിചാരങ്ങളാൽ ചിന്തകളാൽ ഹാലലിയ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഹാലലിയ പറയുകയാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമുക്ക് വിചാരപ്പെടുവാനുള്ള പല കാരണങ്ങൾ ഹാലലിയ കാര്യങ്ങളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഹാലലിയ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഉപദ്രവങ്ങളെ കുറിച്ച് വിചാരപ്പെടരുത്. അതായത് എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് അവരെ ഹല്ലേലൂയ കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ പറയാണ്, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ അതുപോലെ നമ്മൾ ഭാരത്തോടെ പ്രയാസത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടുന്നതായ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. ഹല്ലേലൂയ. ലൂക്കോസിൽ സുവിശേഷം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു, എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കർത്താപ്പച്ചൻ പറഞ്ഞു തരും, പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞു തരും. ഹല്ലേലൂയ. യേശുപ്പനാണ് നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. അതുപോലെയാണ് ലോക കാര്യങ്ങളെ കുറിച്ച് നാം വിചാരപ്പെടേണ്ട ആവശ്യമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ന്റെ 33-34 വാക്യത്തിൽ പറയുന്നുണ്ട്, പല കാര്യങ്ങളെ കുറിച്ച് വിചാരപ്പെട്ട് ലോകകാര്യങ്ങളെ കുറിച്ചൊക്കെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നോക്ക് ഇവിടെ പറയാ, വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുന്നു എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു, അതുപോലെ വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുന്നു വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പലവിധ ചിന്തകളാൽ ഹല്ലേലൂയ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നാം ദൈവത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക, കർത്താപ്പച്ചനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. പ്രിയ മക്കളെ, അടുത്തതായിട്ട് പറയുന്നുണ്ട് ഹല്ലേലൂയ ജോലി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് ലൂക്കോസിൽ സുവിശേഷം 10-ന്റെ 41 പറയുന്നുണ്ട്, കർത്താവോളോട് മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ഇന്ന് നമ്മുടെയും അവസ്ഥ ഇതുപോലെയാണ്. ഹല്ലേലൂയ. പലതിനെ ചൊല്ലിയാണ് നമ്മൾ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ വിചാരങ്ങൾ കർത്താപ്പച്ചൻ അറിയുന്നുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഇവിടെ മാർത്തയോട് പറയാണ്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഇതുപോലെ തന്നെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താപ്പച്ചൻ നമുക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ടൊക്കെ പറയുന്നുണ്ട്, ഈ വിചാരപ്പെട്ടൊക്കെ നമ്മളായിരിക്കുമ്പോൾ ആകുല ചിന്തയ്ക്കുള്ള ഈ വിചാരങ്ങൾക്കുള്ള പ്രതിവിധികളും ഇതിനോടൊപ്പം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് പറയുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് ലേഖനത്തിലെ 4-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്നിട്ട് പറയാ, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും വിചാരപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ അപ്പന്റെ സന്നിധിയിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആ വിചാരത്തിന് മറുപടിയായിത്തിന് ഹല്ലേലൂയ സ്തോത്രത്തോടെ അപ്പനോട് പറയുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കാം. ഹല്ലേലൂയ. ദൈവത്തിലുള്ള പ്രത്യാശ നമ്മളെ മുറുകെ പിടിച്ചാൽ ഹല്ലേലൂയ ഈ വിചാരങ്ങൾക്കെല്ലാം ഒരു പ്രതിവിധിയായി തീരും. പ്രിയ മക്കളെ, എബ്രായർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ 3-ന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഇതിനെല്ലാം മറുപടിയായി തീരും. ഹല്ലേലൂയ. ക്രിസ്തു അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 3:12 മുതലുള്ള വാക്യത്തിലും ഹല്ലേലൂയ ആകുല ചിന്തയ്ക്കുള്ള പ്രതിവിധി കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇവിടെ പറയേ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. പലതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ, വിചാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി അപ്പച്ചൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. നാം അപ്പന്റെ ഭവനക്കാരാണ് പ്രിയ മക്കളെ. കർത്താപ്പച്ചനെ ഹല്ലേലൂയ ചേർന്ന് പിടിക്കുമ്പോൾ ഹല്ലേലൂയ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമെല്ലാം നമ്മളിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ നമുക്ക് അതിനൊരു പ്രതിവിധിയായി തീരും. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 6:12 മുതലുള്ള വാക്യത്തിലും ഹല്ലേലൂയ അതുപോലെ തന്നെയാ പറയുന്നത്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ ആക്കുന്നവരുടെ അനുകാരികളായി തീരും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. പ്രീതി മക്കളെ, നോക്കൂ. ഹല്ലേലൂയ. നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മൾ ദീർഘക്ഷമയോടെ കേട്ടിരിക്കുമ്പോഴാണ് അവിടെ ഹല്ലേലൂയ പ്രതിവിധിയായി തീരുന്നത്. അതായത് ആ വിചാരത്തിന് മറുപടിയായി തീരുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, മറ്റുള്ളവരെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് ഞാൻ നിന്നെ കൊണ്ട് തന്നെ അങ്ങ് സത്യം ചെയ്യിപ്പിക്കുക. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നമുക്കായിത്തീരാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 6:25 മുതലുള്ള വാക്യം നാം നോക്കുമ്പോൾ ഹല്ലേലൂയ പലതിനെ കുറിച്ച് നമ്മളങ്ങ് വിചാരപ്പെട്ട് മനം കലങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ അപ്പന്റെ ആ കരുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട് 25 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആകാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? പ്രീതി മക്കളെ, നമ്മൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താപ്പച്ചൻ നോക്ക്, ഹല്ലേലൂയ, പറവുകളെക്കാൾ അധികമായിട്ട് നമ്മെ കാത്തുപരിപാലിക്കും. പ്രീതി മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ വിചാരങ്ങളെല്ലാം യഹോവയുടെ സന്നിധിയിൽ വെക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താപ്പച്ചനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ദൈവത്തെ നമ്മളങ്ങ് പൂർണ്ണമായി വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഇതിനുള്ള ഒരു പ്രതിവിധി പ്രാർത്ഥനയാണ് പ്രീതി മക്കളെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും ഹല്ലേലൂയ 17-20 എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അല്പവിശ്വാസമാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങളുടെ വിചാരത്തിനെല്ലാം മറുപടിയായി തീരും. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, സകല ഭാരവും യഹോവയിൽ ഇടുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ 1 ലേഖനം 5:7 പറയുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ
സകല ചിന്താകളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് നമ്മളുടെ ഭാരം മുഴുവനും യഹോവയുടെ സന്നിധി വെക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. 55 സങ്കീർത്തനം 22 വാക്യത്തിലും പറയുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ അതിനു വേണ്ടുന്നതായ പ്രതിവിധികളും നമ്മുടെ അപ്പൻ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന വചനം കേൾക്കുന്ന ജീവിതങ്ങളില് പല വിധത്തിൽ വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന ജീവിതങ്ങളെ ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്റെ അപ്പനാൽ കഴിയാത്ത ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പോടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ സഹായിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.